ഹായ് വ്യൂവേഴ്സ്, ജഗ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല, എല്ലാവരും ക്ഷമിക്കണം. മുൻപ് ഇട്ട സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോസാണ് ഇനി തുടർന്ന് ഇടുന്നത്. ഇതിപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടിലെ ഊക്കുപട്ടയും അയപ്പട്ടയും സിമ്പിളായിട്ട് വയ്ക്കുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. വീതി കൂടിയ പട്ട ഞാൻ ആദ്യം എടുത്ത വീതി കൂടിയ പട്ട അയപ്പട്ടയ്ക്കാണ്. അത് കഴുത്ത് വെട്ടുമ്പോൾ 2 പീസും ഒരുമിച്ച് വെട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗമാണത്. അതാണ് അയപ്പട്ടയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഈ 2 ഇഞ്ചിൽ ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചത് അത് ഊക്കുപട്ടയ്ക്കുള്ളതാണ്. ഇതിപ്പോൾ 2.5 മടക്കി ഇടുമ്പോൾ 2.5 ഉണ്ട്. അത് വെട്ടിയപ്പോൾ തന്നെ കിട്ടിയതാണ്. അത് വേസ്റ്റാക്കി കളയാതെ നമുക്ക് അയപ്പട്ടയ്ക്കായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഊക്കുപട്ട എങ്ങനെ വയ്ക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ബ്ലൗസ് അടിച്ചത് അതിൻ്റെ നല്ല വശം ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ വെട്ടിയെടുത്ത പട്ട മുകളിലേക്ക് വച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആദ്യം അടിച്ചു കൊടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഊക്കുപട്ടയും അയപ്പട്ടയും ഒക്കെ. എന്നിട്ട് അടിഭാഗത്തെത്തുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്ത് കെട്ടിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് വച്ചടിച്ച് ആ പീസിനെ മടക്കി വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ വിരൽ വെച്ച് നല്ല പതിച്ച് ഒന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ നമ്മൾ വച്ചടിച്ച പീസിൽ അതിൻ്റെ പുറത്തുകൂടെ വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മൾ അടിച്ച പട്ട വച്ചടിച്ച ആ പീസിൻ്റെ പുറത്ത് വേണം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതുപോലെ അകത്തേക്ക് ഒരു മടക്ക് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്കൂടെ മടക്കി ഇതുപോലെ അടിക്കുമ്പോൾ ഇതാണ് ഊക്കുപട്ട. നല്ല എളുപ്പമാണ് ഊക്കുപട്ട അടിക്കാൻ. എന്നിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടണേ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. എന്നിട്ട് ഊക്ക് പട്ട ഇതുപോലെ അടിച്ചെടുക്കുക. നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ഊക്കുപട്ട അടിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്ത അയപ്പട്ടയും ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ 2ആയിട്ട് മടക്കിയ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യേണ്ട മടക്ക്, അതുപോലെ തന്നെ മടക്ക് ഭാഗം നമ്മൾ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ മടക്കിയാണ് എടുക്കുന്നത്. കുറച്ച് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. എന്നിട്ട് ആ പട്ട ഇട്ടിട്ട് പട്ടയുടെ മുകളിലേക്ക് നമ്മൾ ബ്ലൗസിൻ്റെ നല്ല ഭാഗത്തിൻ്റെ അടിഭാഗത്താണ് നമ്മൾ അയപ്പട്ട വച്ചിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നല്ല ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ബ്ലൗസ് പീസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അടിഭാഗത്ത് നമ്മൾ സെപ്പറേറ്റ് വയ്ക്കുന്ന പട്ട വയ്ക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ഞാൻ അതിൽ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അല്ലാതെ വെറുതെ അടിച്ചിട്ട് നമുക്ക് കൈ വെച്ച് ചെയ്താലും മതി. ഞാനിപ്പോൾ അല്ലാതെ അതിൽ കൂടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ആദ്യം താഴ്ഭാഗത്തൊന്ന് നല്ലതുപോലെ ഒന്ന് കെട്ടിട്ട് 2 സ്റ്റിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പിടിച്ചിടുമ്പോഴത്തേക്ക് അതവിടെ വിട്ടു പോകും. അതുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ഇട്ടിട്ട് തയ്യലൊന്നും കാണാതെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ഇതുപോലെ പിടിച്ച് വെച്ച് നമുക്ക് എവിടെയാണോ വയ്ക്കേണ്ടതെന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്ക് അടിക്കുന്നത് എവിടെ വരെയാണോ വേണ്ടത് അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഇതുപോലെ കോണിച്ച് അടിച്ചെടുത്താൽ മതി. അടുത്ത വീഡിയോ ഞാൻ ബ്ലൗസിൻ്റെ കഴുത്ത് നമുക്കിപ്പോൾ ഈ കട്ട് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ചിലപ്പോൾ വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മൾ അയപ്പട്ടയും ഊക്കുപട്ടയും അടിച്ചതിന് ശേഷം ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ട് കഴുത്ത് അളവ് ബ്ലൗസ് വെച്ച് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യും. അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും അടുത്ത് ഞാൻ ഇടുന്നത്. അപ്പോൾ ആ വീഡിയോ കാണണമെന്നുള്ളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കണേ, എങ്കിലേ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് അയപ്പട്ട ഞാൻ അറ്റാച്ച് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.